ഹലോ നമസ്കാരം. റൈറ്റ് ചോയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് കാനഡ LMIയെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടേമാണ് LMI എന്നുള്ളത്. നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്യാനായിട്ട് കാനഡയിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് LMI ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ നിരവധി പേർക്ക് പോകാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പം LMIയെ പറ്റി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, LMI എന്താണ്? LMI എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ്. അത് കാനഡയിലുള്ള ഒരു ഗവൺമെൻറ് ഏജൻസി ആണ് ഈ LMIയെ പ്രൊവൈഡ് ചെയ്യുന്നത്. LMIയെ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയുടെ പേര് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡ എന്ന ഓർഗനൈസേഷനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ LMIയെ എടുക്കേണ്ടത് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു വർക്കറല്ല. ഈ LMIയെ എടുക്കേണ്ടത് ശരിക്കും എംപ്ലോയറാണ്. എംപ്ലോയർക്ക് ഒരു വേക്കൻസി വന്നു. ആ വേക്കൻസി അവർക്ക് കാനഡിയൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ PR ഹോൾഡേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാൾക്കാരിൽ നിന്ന് അവർക്കൊരു എംപ്ലോയിയെ കണ്ടെത്താൻ പറ്റുന്നില്ല. അവർക്ക് ഫോറിനിൽ നിന്നൊരു വർക്കറെ വേണം എന്ന് ഈ ഒരു ഏജൻസി സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡ ഏജൻസിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഈ LMIയെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ബേസിസിൽ ഒരു ജോബ് ഓഫർ ലെറ്റർ, ഒരു ജോബ് കോൺട്രാക്റ്റ്, പ്രോപ്പർ ജോബ് ഓഫർ ലെറ്റർ, ജോബ് കോൺട്രാക്റ്റ്, ആ ജോബ് കോൺട്രാക്റ്റിൽ LMIയുടെ നമ്പർ ഉൾപ്പെടുത്തിയിരിക്കണം. LMIയുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ ഒരു കനേഡിയൻ എംപ്ലോയർക്ക് ഒരാളെ അവിടെ കൊണ്ടുപോയി വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഈ LMIയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് IELTS അല്ലെങ്കിൽ PT റിക്വയർമെൻറ്റ്സ്, ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ്, കെയർ ഗീവേഴ്സ് അതുപോലെയുള്ള പൊസിഷൻസിലോട്ടൊക്കെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ആ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിൻ്റെ പോയിൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സിന് പറ്റും. അപ്പം നോർമലി മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർക്കൊക്കെ നോർമലി ഒരു 6 എങ്കിലും മിനിമം സ്കോർ വേണം. ചില എംപ്ലോയേഴ്സ് കുറഞ്ഞ സ്കോറിലും എടുക്കുന്നുണ്ട്. അപ്പം എംപ്ലോയറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും PT അല്ലെങ്കിൽ IELTSൻ്റെ സ്കോർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് പറയാനായിട്ടുള്ളത്, ഈ LMIയിൽ വരുന്ന ഒരു 4 സ്ട്രീമായിട്ടാണ് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ സ്ട്രീം വരുന്നത് LMI ആപ്ലിക്കേഷൻ ടു ഹയർ വേജസ്, അതായത് ഹയർ വേജസ് കൊടുക്കുന്ന പൊസിഷനിലോട്ട് വരുന്ന LMIs ആണ്. അതിനകത്ത് പറയുകയാണെങ്കിൽ അതിനകത്ത് ആദ്യം വരുന്നത് ഗ്ലോബൽ ടാലൻറ്റ് സ്കീമാണ്. ഗ്ലോബൽ ടാലൻറ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാനഡയിലോട്ട് എത്തിക്കാനായിട്ടുള്ള കുറേ ഒക്യുപ്പേഷൻ്റെ ലിസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഒക്യുപ്പേഷൻസിനകത്ത് മെയിനായിട്ടും വരുന്നത് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള പൊസിഷൻസൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒക്യുപ്പേഷൻ ലിസ്റ്റ് നമുക്കിപ്പോൾ എല്ലാം പറയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിനകത്ത് കയറി ചെക്ക് ചെയ്യാം ഗ്ലോബൽ ടാലൻറ്റ് സ്കീമിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. പിന്നെ കെയർ ഗിവേഴ്സ് പൊസിഷനിൽ ഈ ഹയർ വേജ് സ്ട്രീമിലാണ് വരുന്നത്. അഗ്രികൾച്ചറൽ സ്ട്രീമിലെ വലിയ പൊസിഷൻസിലുള്ള അഗ്രികൾച്ചറൽ സ്ട്രീംസിലോട്ടുള്ള ഹയർ പൊസിഷൻസിലോട്ടുള്ളതും ഈ ഹയർ വേജ് സ്ട്രീമിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് നോർമലി ഒരു 3 ഇയേഴ്സിനുള്ള ഇത് കിട്ടും. ഒരാൾ അവിടോട്ട് പോവുകയാണെങ്കിൽ 3 വർഷം വരെ കാനഡയിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള വിസ വരെ കിട്ടാനായിട്ട് ഈ LMIയെ കൊണ്ട് പറ്റും. ഓക്കെ, രണ്ടാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് LMI ആപ്ലിക്കേഷൻ ടു ലോവർ വേജ് സ്ട്രീമാണ്. അപ്പോൾ ഈ ലോവർ വേജ് സ്ട്രീം എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെയല്ല, അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ലോവർ വേജ് സ്ട്രീം എന്ന് പറയുന്നത്. അൺസ്കിൽഡ് വർക്കേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ മിക്കവാറും ഒക്കെ പരസ്യം കാണുന്ന മീറ്റ് കട്ടേഴ്സ്, ഫുഡ് പ്രോസസ്സിങ്, ഫാം സൂപ്പർവൈസർ, അതുപോലെ തന്നെ നമുക്ക് വെയർ ഹൗസിങ്, ഇങ്ങനെയുള്ളിടത്തോട്ട് വരുന്ന പൊസിഷനൊക്കെയാണ് ഈ ലോവർ വേജ് സ്ട്രീമിലോട്ട് വരുന്നത്. ഇവിടെ നമുക്ക് മാക്സിമം കിട്ടാവുന്ന പീരീഡ് ഓഫ് ഇയർ എന്ന് പറയുന്നത് 2 ഇയർ വരെ വിസ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് ഇന്ത്യൻസിന് അത് ഒരു ആപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ല. അപ്പം മിക്കവാറും ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ സീസണൽ അഗ്രികൾച്ചറൽ സ്ട്രീമിലോട്ട് വരുന്നത്, സീസണൽ അഗ്രികൾച്ചറൽ സ്ട്രീമിലോട്ട് വരുന്നതെന്ന് പറയുന്നത് 8 മന്ത്സിൻ്റെ വിസയ്ക്ക് മാത്രമായിരിക്കും അത് വരുന്നത്. അതുപോലെ തന്നെ അത് മെക്സിക്കോ, കരീബിയൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇത് ചെയ്തു വെച്ചിരിക്കുന്ന പൊസിഷനാണ്. അപ്പോൾ ഈ സീസണൽ അഗ്രികൾച്ചറൽ സ്കീമിലോട്ട് നിങ്ങൾക്ക് LMI തരാം. നിങ്ങൾ ഫീസ് അടച്ചോ ഒരു 8 മന്ത്സിലേക്ക് പോയിട്ട് അതിൽ വേറൊരു പാത്വേ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും തട്ടിപ്പാണ്. അത് ശരിക്കും മെക്സിക്കോ അല്ലെങ്കിൽ കരീബിയൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രീമാണ് വരുന്നത്.
പിന്നെ നാലാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻസിനകത്ത് വരുന്ന കുറച്ച് ഇതുണ്ട്. അപ്പോൾ അത് സ്പെസിഫിക് കമ്മോഡിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫാം, അഗ്രികൾച്ചറിൽ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ ഫാമിലോട്ട് വരുന്നതായിരിക്കും. അവിടെയും 2 ഇയേഴ്സിൻ്റെ LMIA വരെ ഈ LMIA വെച്ചിട്ട് 2 ഇയേഴ്സിൻ്റെ വരെ വിസിറ്റിംഗ് വിസ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാനഡയുടെ ഗവൺമെൻറ് വെബ്സൈറ്റിലും അതുപോലെയുള്ള വെബ്സൈറ്റ്സിലൊക്കെ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ LMIA ഒരു എംപ്ലോയർക്ക് കൊടുക്കുമ്പോൾ അവരോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപ സാലറി കൊടുക്കണം, എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കണം, ഇൻക്ലൂഡിങ് അക്കോമഡേഷൻ, ഹെൽത്ത്, അങ്ങനെയുള്ള ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വേജസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന വേജസ് ആണോ, നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ, ഇപ്പോൾ ചില പ്രൊവിൻസിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്തൊക്കെ ചേഞ്ച് വരും. അപ്പോൾ ഏത് പ്രൊവിൻസിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആ പ്രൊവിൻസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അതിനകത്ത് ആപ്ലിക്കബിൾ ആകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഈ LMIA. അപ്പോൾ LMIA ഉണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, കാനഡയിൽ വന്ന് വർക്ക് ചെയ്യാം, 8 മാസം വർക്ക് ചെയ്യാം, അങ്ങനെ ഒരു പൊസിഷനാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേ അവരോട് ചോദിക്കുക സീസണൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെ ആ ഒരു സ്ട്രീമിൽ വരുന്നതാണോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് തട്ടിപ്പാന്നുള്ള കാര്യം അത് മെക്സിക്കോ അല്ലെങ്കിൽ കരീബിയൻ കൺട്രീസിലുള്ളവർക്ക് വേണ്ടി മാത്രം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് പറ്റുന്നതാണ് ഹയർ വേജ് സ്ട്രീമിലുള്ളത്, ലോവർ വേജ് സ്ട്രീമിലുള്ളത്, പിന്നെ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ സ്ട്രീമിൽ വരുന്നതും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യൻസിന് അല്ലെങ്കിൽ കേരളൈറ്റ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള LMIAs ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും പീരീഡ് ഓഫ് ഇയറും കൂടെ ഓർക്കുക. ഒന്ന് 3 ഇയർ ആണ് ഹയർ വേജ് സ്ട്രീമിൻ്റെ, ബാക്കിയുള്ള 2 ഇതും ലോവർ വേജ് സ്ട്രീമിൻ്റെയും നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ്റെയും 2 ഇയേഴ്സിനുള്ള വിസ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഈ ഒരു LMIA വഴി ഒരു എംപ്ലോയി ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത് PR-ലോട്ടുള്ള ഒരു പാത്വേ അല്ല, പെർമനൻറ്റ് റെസിഡൻസിക്കുള്ള ഒരു പാത്വേ അല്ലെന്ന് അവരത് ക്ലിയർ ആയിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PR-ന് കിട്ടണമെങ്കിൽ നമുക്ക് സാധാരണ ഇവിടുന്ന് ഒരാൾ PR-ന് എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് പോകുന്നത്, എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി തന്നെയാണ് ഇങ്ങനെ എംപ്ലോയി ആയിട്ട് പോകുന്ന ഒരാളും PR-ന് ആപ്ലിക്കേഷൻ കൊടുത്ത് PR കിട്ടേണ്ടത്. അപ്പം ഇതൊരു PR-ൻ്റെ പാത്വേ ആണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതും തട്ടിപ്പാണ്. ഇതൊരിക്കലും ഒരു PR-ൻ്റെ പാത്വേ അല്ലെന്നുള്ളത് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം എന്ന് തന്നെയാണ്. അതായത് 3 വർഷത്തേന് അല്ലെങ്കിൽ 2 വർഷത്തേന് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഒരു ജോബ് ഓഫർ ലെറ്ററും കൊടുത്ത് ഒരു എംപ്ലോയറിന് ഒരു കാനഡയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു ആളെ അവിടെ കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് LMIA എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം നമ്മൾ ഈ LMIAയുടെ വഴി പ്രോസസ്സ് ചെയ്യുന്നവർ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ യാതൊരു ഫീസും കളക്ട് ചെയ്യരുതെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏജൻസീസൊക്കെ വർക്ക് ചെയ്യുന്നത് അവർക്ക് ലാഭത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ യാതൊരു ഫീസും വേണ്ട എന്ന് പറയുന്നിടത്ത് നമ്മളൊരു 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് പോകുന്നവരാലോചിക്കേണ്ടത് അവർക്ക് ഒരു ചിലവും ഇല്ലാതെ വരുന്ന ഒരു ഏജൻസിന് ചിലവൊന്നും വരുന്നില്ല, എംപ്ലോയർക്ക് മാത്രമാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഒരു ഫീസും മേടിക്കരുതെന്ന് പറഞ്ഞിടത്ത് നമ്മളൊരു നോമിനൽ എമൗണ്ടൊക്കെ കൊടുത്തിട്ട് മാത്രം ചെയ്യുന്ന ഏജൻസീസൊക്കെ ആയിരിക്കും എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തട്ടിപ്പിൽ പെടാതിരിക്കുക. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക്സ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ LMIA നോക്കുന്നവർ അല്ലെങ്കിൽ കാനഡയ്ക്ക് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് നോക്കുന്നവർക്ക് ന്യൂസിലൻഡിന് നോക്കുന്നവർക്കൊക്കെ ആർക്കെങ്കിലും PTE അല്ലെങ്കിൽ IELTSൻ്റെ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. റൈറ്റ് ചോയ്സിൻ്റെ കോച്ചിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. IELTSനാണെങ്കിലും PTEക്കാണെങ്കിലും ഒക്കെ നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോച്ചിങ് വളരെ മിതമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിൽ നമുക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ റൈറ്റ് ചോയ്സിനെ ഫോളോ ചെയ്യുക. തികച്ചും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ മുന്നോട്ടും തരുന്നത്. അപ്പോൾ